അസ്സലാമലൈക്കും. ഹലോ മുത്തുമണികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള പൽപുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സോ നൈസ് ടേസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാതെ. അജ്മീറിൻ്റെ പുട്ടോടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് മധുരം ബാലൻസ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. മാവ് നല്ലപോലെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ച് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് അരക്കേജ് ഒഴിച്ച് കൊടുത്ത് അരക്കേജ് നന്നായിട്ട് ചൂടാക്കുമ്പോൾ ഒരു മുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും നിങ്ങളടുത്ത് നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബദാം മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ നേരത്തെ മാറ്റി അജ്മീറിലെ പുട്ടുപൊടിയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മെല്ലെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പുട്ടൊക്കെ കുത്തുന്ന മാതിരി തേങ്ങ ഇട്ട് കൊടുത്ത് ഉണ്ടാക്കി വെച്ച് ആ ഒരു മാവ് ഇട്ട് കൊടുത്ത് പിന്നെയും ലാസ്റ്റ് തൊട്ട് എന്ത് ചെയ്യുക, തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവിക്ക് വെക്കുക. അപ്പോൾ സംഗതി സാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തെടുക്കുക. ലവ് യു. ബൈ.